ഡൽഹിയിലേക്കാണ് അവിടെ വിനിത വിജി തയ്യാറാണ്. വിനിത, ഇന്ന് ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവയുടെ ഇന്ത്യ സന്ദർശനം ആരംഭിക്കുകയാണ്. അപ്പം തിരഞ്ഞെടുപ്പ് എടുക്കുന്ന അസമിൽ നിന്നും ബംഗാളിൽ നിന്നും വാർത്തകളുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബംഗാളിൽ പോകുന്നു. ഒപ്പം പ്രിയങ്ക ഗാന്ധി അസമിലുണ്ട്. അസമിൽ ചില രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി ഈ നിമിഷങ്ങൾ നടക്കുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ ഈ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാന വാർത്തകൾ എന്താണ്? ദിൽന സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതിന്റെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ബ്രസീലിയൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് 6ാം തവണയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇത്തവണ എത്തുന്നതിന് ഏറ്റവും പ്രധാനമായും ഡൽഹിയിൽ നടക്കുന്ന AI സബ്മിറ്റ് ഉച്ചകോടിയിൽ കൂടി പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. അതിൽ ഇന്നും നാളെയുമായി ഈ ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. അതിനുശേഷം 21-ാം തീയതിയാണ് പ്രധാനമന്ത്രിയുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടത്തുക. അതിൽ ഊർജം, പ്രതിരോധം, ഒപ്പം തന്നെ കൃഷി, ആരോഗ്യം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിയൻ പ്രസിഡന്റിനായി ഉച്ചവിരുന്ന് ഒരുക്കുന്നുണ്ട്. ഒപ്പം രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഒക്കെയായി ലുല സിൽവ കൂടിക്കാഴ്ച നടത്തും. അങ്ങനെ ഒരു സന്ദർശനമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം തന്നെ 14 മന്ത്രിമാരും ഒപ്പം തന്നെ ചില ബിസിനസ് പ്രതിനിധികളും ഒക്കെ ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവരൊക്കെ തന്നെ ഇന്ത്യയിൽ എത്തുന്നുണ്ട്. അത് ഈ ഉച്ചകോടിയുടെ കൂടി ഭാഗമായിട്ടാണ് എത്തുന്നത്. മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന അസമിലും ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിലും നിർണായകമായിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അസമിൽ തന്നെയാണ്. അസമിൽ ഇന്ന് പ്രിയങ്ക ഗാന്ധി അസമിൽ സന്ദർശിക്കുന്നുണ്ട്. അസം സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ഉത്തരവാദിത്തം കൂടി പ്രിയങ്ക ഗാന്ധിക്കുണ്ട്. അതിനിടയിലാണ് അസമിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും പിന്നാലെ അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഞാൻ രാജി പിൻവലിക്കുന്നു എന്നൊക്കെയുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും ഇന്നലെ അദ്ദേഹം വീണ്ടും പറയുകയുണ്ടായി താൻ ഒരു പാർട്ടിയുടെയും അംഗമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് പിന്നാലെ തന്നെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം ഈ മാസം 22-ന് ദീപൻ ബോറ BJPയിൽ ചേരുമെന്നാണ് അസം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് പ്രിയങ്ക ഗാന്ധി ഇന്ന് അസം സന്ദർശിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും നിർണായകം. ഭുവൻ ബോറയ്ക്കൊപ്പം തന്നെ കോൺഗ്രസിലെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി BJPയിലേക്ക് ചേരുമെന്നൊക്കെയാണ് BJP നേതാക്കൾ ആരോപിച്ചിരിക്കുന്നത്. അതിൽ ഏത് തരത്തിലാണ് ആ രാഷ്ട്രീയ നീക്കമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമ ബംഗാളിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഈ ആഴ്ചയ്ക്കിടെ നടത്തുന്ന 2ാമത്തെ സന്ദർശനമാണ്. ഇത്തവണ എത്തുന്നത് അവിടെ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് കൂടി വേണ്ടിയാണ്. ഇസ്കോണിലെ മായാപുരിയിലെ ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടിയിൽ കൂടി പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമിത്ഷായുടെ സന്ദർശനവും വലിയ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. ശരിയായ രീതിയിൽ വലിയ വാർത്തകൾ ഇന്ന് നമ്മൾ ദേശീയ തലത്തിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.